തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് അവർ എഴുതും. വെള്ളിയാഴ്ച 2 ബാങ്കുകൾ വിളിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ സുന്നി പള്ളികളിൽ സർവ്വസാധാരണമാണ്. മുജാഹിദ് പള്ളികളിൽ ഒറ്റ ബാങ്ക് മാത്രമേ നിലവിലുള്ളൂ. 2 ബാങ്ക് വിളിക്കൽ അനാചാരവും വിധേയത്വമായാണ് മുജാഹിദുകൾ എണ്ണുന്നത്. എന്നാൽ ഗൾഫിലെ സലഫി പള്ളികൾ 2 ബാങ്ക് വിളിക്കുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു. അത് അനാചാരമല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ശൈഖ് ഇബ്നു ബാസിന്റെ അധ്യക്ഷതയിൽ സൗദിയിലെ ഫത്വ ബോർഡ് നൽകിയ വിധി ഇപ്രകാരമാണ്. ചോദ്യം: വെള്ളിയാഴ്ചയിലെ ആദ്യത്തെ ബാങ്ക് വിധേയത്താണോ? ഉത്തരം: നിങ്ങൾ എന്റെയും എനിക്ക് ശേഷമുള്ള സന്മാർഗചാരികളായ ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യയെ പിന്തുടരുക. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിയുടെയും അബൂബക്കർ, ഉമർ തുടങ്ങിയവരുടെയും കാലത്ത് ഇമാമ മിമ്പറിൽ ഇരിക്കുമ്പോഴാണ് ബാങ്ക് വിളിച്ചിരുന്നത്. ഉസ്മാന്റെ കാലത്ത് മറ്റൊരു ബാങ്ക് കൂടി ആജ്ഞാപിക്കപ്പെട്ടു. ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ അനുധാവനം ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആ ബാങ്ക് ബിദ്അത്തല്ല. സൗദി ഫത്വ സമിതിയുടെ 1647 നമ്പർ ഫത്വ, ഫതാവ ലജ്ന വാല്യം 8 പേജ് 198. അപ്പോ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ബാസ് പറയുന്നത് ജുമഅയുടെ 2 ബാങ്ക് ബിദ്അത്തല്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് അതിനെ എതിർക്കാൻ ഒരു തെളിവും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾക്ക് ജുമഅക്ക് ബാങ്ക് 2. ഈ കേരളത്തിൽ മാത്രം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യരുടെ ഏജന്റായ ജമാലുദ്ദീൻ അഫ്ഗാനിയെ പിന്തുടർന്ന് വക്കം മൗലവിയും കൂട്ടരും ജുമഅന്റെ ബാങ്ക് ബിദ്അത്തിന് വാദിച്ചു. തെളിവല്ല. സഹീഹുൽ ബുഖാരി ഫസബത്തൽ അംറു അലാ ദാലിക എന്ന് എഴുതി വെച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മ ഫസബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് എഴുതി വെച്ചു. എന്നിട്ട് കിതാബുൽ ഉമ്മിൽ ഏത് ബാങ്കിനാണ് കൂടുതൽ ബഹുമാനമുള്ളത് എന്ന ചർച്ചയിൽ കൂടുതൽ ബഹുമാനം മിമ്പറിൽ ഇരിക്കുമ്പോഴുള്ള ബാങ്കിനാണെന്ന് പറയുന്ന വാചകം എടുത്ത് ഉദ്ധരിച്ച് ജനങ്ങളെ പറ്റിക്കാനും ശ്രമിച്ചു മൗലവിമാർ.